വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ആഴ്സണൽ 5, മാൻ സിറ്റി 1, ഹാലൻഡ് ഹംബിൾഡ്. അങ്ങനെ 2003 ശേഷം മാൻ സിറ്റിക്കെതിരെ ആഴ്സണൽ 5 ഗോളുകൾ അടിച്ചു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു അനൗൺസ്മെൻറ്റ് പറയാനുള്ളത്, ഈ ഒരു വീഡിയോയോട് കൂടി ഇനി കുറച്ച് നാളത്തേക്ക് മാച്ച് റിലേറ്റഡ് കണ്ടൻസ് ഒന്നും ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ അവസാനം പറയാം. അപ്പോൾ എന്തായാലും കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, നമുക്ക് ഈ ഒരു മത്സരത്തിൻ്റെ ബിൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമായിരുന്നു. കാര്യം കഴിഞ്ഞ സെപ്റ്റംബർ 2-2 സമനിലയ്ക്ക് ശേഷം വലിയ വിവാദങ്ങളാണ് ഉണ്ടായത്. അന്ന് ഹാലൻഡിൻ്റെ പണിത്തരങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാലൻഡിൻ്റെ ടീം ഹാലൻഡിന് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ മാൻ സിറ്റി താരങ്ങൾ ഒരു മത്സരത്തിൽ അവർ ജാക്കറ്റൊക്കെ ഊരി ബാഗിലേക്ക് ഇടും, അപ്പോൾ കിറ്റ്മാൻ്റെ ബാഗിലേക്ക് ഇടും. അപ്പോൾ കുറേ പേരൊക്കെ ദൂരെ നിന്ന് ചുമ്മാ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയുള്ളൂ, പക്ഷേ ഹാലൻഡ് മാത്രം അത് മടക്കി കൊണ്ടുപോയി കയ്യിലേക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഹാലൻഡ് ഭയങ്കര ഹമ്പിളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മനുഷ്യനാണെന്നുള്ളൊരു ഇമേജൊക്കെയാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര നമ്മളും വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നല്ലൊരു മനുഷ്യനാണെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ കഴിഞ്ഞ ആ ഒരു ആഴ്സണൽ സെപ്റ്റംബറിൽ നടന്ന ആ ഒരു മത്സരത്തിലാണ് ഹാലൻഡ് ഈ പറയുന്ന പോലെ ഗബ്രിയൽ ഗോൾ അടിച്ചതിന് ശേഷം ഗബ്രിയലിൻ്റെ തലയിലേക്ക് ബോൾ വെച്ചെറിഞ്ഞു. ജോൺ സ്റ്റോൺസ് ആണ് ഗോൾ അടിച്ചത്, ഹാലൻഡ് അല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേ ഹമ്പിളായി പറഞ്ഞു. അതുപോലെ തന്നെ വിസ് കെല്ലീനെ ഹൂ ദ ഫക്ക് ആർ യു എന്നും പറഞ്ഞ് അന്ന് കൊച്ചാക്കി. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഹാലൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ സ്റ്റേ ഹമ്പിൾ മീമൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി. ഹാലൻഡിൻ്റെ ഇമേജ് മൊത്തത്തിൽ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം മാറി എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഹാലൻഡ് പറഞ്ഞ ആ ഒരു ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റ് ചെയ്തതാന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവെഞ്ച് അല്ലെങ്കിൽ പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് ഈ മത്സരത്തിൻ്റെ ബിൽഡപ്പ് വന്നത്. കംപ്ലീറ്റ്ലി ആഴ്സണൽ ഓൺഡ് ഹിം എന്ന് പറയാം. കാര്യം ഹാലൻഡ് ഗോൾ അടിച്ചു, നല്ലൊരു ഗോൾ തന്നെയായിരുന്നു. ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയാനില്ല. ഒരു കംബാക്കിനൊക്കെ വഴിയൊക്കെ പുള്ളി ഒരുക്കിയതാണ്. പക്ഷേ ആസ് യൂഷ്വൽ ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള മിസ്റ്റേക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നൊരു സ്ഥലത്ത് വായിച്ചതാണ്, 23 മിസ്റ്റേക്കുകളാണ് ഈ സീസണിൽ മാത്രം മാൻ സിറ്റി വരുത്തിയിട്ടുള്ളത്, വിച്ച് ലെഡ് ടു എ ഷോട്ട്. അപ്പോൾ ഈ മുമ്പത്തെ 10 സീസണിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പോലും അത്രയും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത്രയധികം മിസ്റ്റേക്കുകൾ മാൻ സിറ്റിയുടെ പ്ലേയേഴ്സ് വരുത്തുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ മാൻ സിറ്റിനെ പറ്റി പറയുന്ന കാര്യം, അവർ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അതുപോലെ തന്നെ എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, എത്ര പ്രസ് വന്നു കഴിഞ്ഞാൽ അവരതൊക്കെ ബീറ്റ് ചെയ്ത് പോകുന്നുള്ള കാര്യമാണ്. പക്ഷേ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നപ്പോഴാണെങ്കിലും അവർക്ക് മിഡ്ഡിയുടെ ബോൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവർ ഭയങ്കര അധികം കഷ്ടപ്പെടുകയാണ്, വിങ്ങിലേക്ക് ബോൾ വിടുകയാണ്. ന്യൂസ് ആണെങ്കിലും സവീഞ്ഞോ ആണെങ്കിലും കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അവരെയൊക്കെ ശരിക്കും ആഴ്സണൽ നന്നായിട്ട് പൂട്ടി. അതുപോലെ മർമോഷാണെങ്കിലും വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. ഈ ആഴ്സണൽ പറഞ്ഞ പോലെ അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് സമയത്ത് ചാടി വീണ് ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ മുതലാക്കി എന്നുള്ളതാണ്. ഫോഡൻ്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് വന്നു, പാർട്ടി അത് ഗോളാക്കി മാറ്റി. അതുപോലെ ക്ലിനിക്കലായിരുന്നു ഇന്നലത്തെ മത്സരത്തേക്ക് വന്നപ്പോൾ ആഴ്സണൽ. ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ പോലും പറയേണ്ട ഒരാൾ ഹാവർട്സ് ആണ്. ഹാവർട്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഹാഫ്, ഒരു ജനറേഷണൽ മിസ്സാണ് ഇന്നലെ ഹാവർട്സ് നടത്തിയത്. പക്ഷേ അതിന് സെക്കൻഡ് ഹാഫിൽ പുള്ളി ഗോൾ അടിച്ചു. പക്ഷേ ഹാവർട്സിന് ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് പറയുന്ന കാര്യം അതാണ്, ഒരു ഏറ്റവും വേണ്ട മൊമെൻറ്റിലൊന്നും പുള്ളി സ്ട്രൈക്കറായിട്ട് കളിക്കുമ്പോൾ ഗോൾ അടിക്കില്ല. പക്ഷേ പ്രഷറൊന്നും ഇല്ലാത്ത സിറ്റുവേഷനിലൊക്കെ പുള്ളി ഗോളടിച്ച് സ്റ്റാറ്റ് പാഡ് ചെയ്യും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആഴ്സണലിനൊരു സ്ട്രൈക്കർ അവർക്ക് ആവശ്യമാണ്. കുറേ കാലമായിട്ട് പറയുന്നതാണ് ആഴ്സണൽ നീഡ് എ സ്ട്രൈക്കർ. പക്ഷേ അതൊന്നും അതിലേക്കൊന്നും എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പം വിൻഡോ ഇന്ന് രാത്രി തീരും. മത്തിയസ് ടെല്ലിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. യുണൈറ്റഡ് എന്തായാലും അതിൽ നിന്ന് ബാക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മത്തിയസ് ടെല്ലിനെ കൊണ്ടുവന്നേക്കാം. അതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ട്രൈക്കർ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ലൂയിസ് കെല്ലിയുടെ കളി അടിപൊളിയായിട്ടാണ് സ്കെല്ലി കളിച്ചത്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഗോളായിരുന്നു. അതുപോലെ തന്നെ അവനേരി ആണെങ്കിലും ബെഞ്ചിൽ നിന്ന് വന്നിട്ട് മനോഹരമായിട്ടുള്ള ഗോളാണ് അടിച്ചത്. അപ്പോൾ എന്തായാലും ആഴ്സണലിന് വലിയൊരു മെൻ്റൽ ബ്ലോക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു മത്സരത്തോടുകൂടി. കാരണം ആഴ്സണലിന് ആകെ 3 തവണയാണ് പെപ്പ് ഗാർഡിയോള വന്നതിന് ശേഷം മാൻ സിറ്റിനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അന്ന് FA കപ്പ് ഫൈനൽ ജയിച്ചത്, പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം 1-0, പിന്നെ ഈ ഒരു മത്സരമാണ്. അപ്പോൾ പലപ്പോഴും ആഴ്സണൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു ടീമാണ്. 12 തവണ ഇവരടുപ്പിച്ച് ആഴ്സണൽ മാൻ സിറ്റിയുടെ തോറ്റിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, വലിയൊരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വലിയൊരു മെൻ്റൽ ബൂസ്റ്റാണ്, കോൺഫിഡൻസ് ബൂസ്റ്റാണ്. ഓഫ് കോഴ്സ് ഈ ഒരു ടൈറ്റിൽ റേസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് അൾട്ടിമേറ്റ്ലി ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ഇരിക്കും. ലിവർപൂളിന് ഒരു ചെറിയ പ്രഷർ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലിവർപൂൾ ദേ ആർ ഫാർ അഹെഡ് എന്നുള്ളത് തന്നെയാണ്. അവർ ബോൺമത്തിനെതിരെ ട്രിക്കി മത്സരമാണ്, അവർക്കെതിരെ ലിവർപൂൾ ജയിച്ചു. അതുപോലെ ഇപ്പോൾ 6 പോയിന്റ് ഗ്യാപ്പ് ഉണ്ട്, ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. അപ്പോൾ അതിലവർക്ക് ജയിക്കുകയാണെങ്കിൽ എവർട്ടിനെതിരായിട്ടുള്ള മത്സരമാണ്, അപ്പോൾ 9 പോയിന്റ് ആവും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് പോലെ അനുസരിച്ചിരിക്കും ആഴ്സണലിൻ്റെ ടൈറ്റിൽ ചാൻസുകളൊക്കെ. അപ്പോൾ അതിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ദാറ്റ്. അതല്ലാതെ ആഴ്സണലിന് എല്ലാ മത്സരം അടുപ്പിച്ച് ജയിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ടൈറ്റിൽ ലിവർപൂളിൻ്റെ കൈകളിലാണ്, അവർ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ഇരിക്കും. പക്ഷേ വരും സീസണിലേക്കൊക്കെ ആഴ്സണൽ മാൻ സിറ്റി മത്സരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് കുറച്ചുകൂടി ഹൈപ്പൊക്കെ ഈ ഒരു റിസൾട്ടോടുകൂടി ഉണ്ടാവും എന്നുള്ളതാണ്. ആശാനെ നാണം കെടുത്താനായിട്ട് ശിഷ്യന് സാധിച്ചു. വലിയൊരു പണിയാണ് പെപ്പിന് ആർട്ടറ്റ വെച്ചു കൊടുത്തത്. സോ ഇനിയിപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം, കുറച്ച് നാളത്തേക്ക്
മാച്ച് റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ നിർത്തുകയാണ്. മാച്ച് റിലേറ്റഡ് വീഡിയോസ് നിർത്തുന്നുള്ളൂ, ചാനൽ നിർത്തുന്നില്ല. അപ്പോൾ അല്ലാതെയുള്ള ഫുട്ബോൾ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ ഒരു മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വലിയൊരു റിസൾട്ടൊക്കെ സംഭവിച്ചു, ഡ്രമാറ്റിക് ആയിട്ടുള്ള റിസൾട്ടൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ആ ഒരു മത്സരത്തെ പറ്റി ഒരു വീഡിയോ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ എനിക്കിപ്പോൾ ടൈം കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒത്തിരി മത്സരങ്ങൾ നടക്കുന്നു, അതുപോലെ തന്നെ എല്ലാം ഫോളോ ചെയ്യാനും ക്യാച്ചപ്പ് ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ ബേസിക്കലി പറയാനുള്ള ലൂപ്പിൽ പെട്ട പോലെയാണ്. ഇപ്പോൾ ഈ കൊല്ലമാകുമ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 5 വർഷത്തോളം ആകും. അപ്പോൾ ആദ്യ കാലത്തൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ കുറേ വർഷങ്ങളിലൊക്കെ നമുക്കത് ചെയ്യുമ്പോൾ ഒരു മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വന്ന് ആ എക്സൈറ്റ്മെൻറ്റൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ചിന്തിച്ച് കുറേ കൂടി കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്ജക്റ്റീവ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ടൈമും ഗ്യാപ്പ് കിട്ടും. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം എന്നുള്ളൊരു പ്രഷറുള്ള പോലെയാണ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യാറ്. അതുപോലെ തന്നെ ഫുട്ബോൾ എൻജോയ് ചെയ്യാൻ വേണ്ടി കാണുന്നത് അല്ലെങ്കിൽ വീഡിയോ കാണാൻ വേണ്ടി ചെയ്യുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ആക്ച്വലി ഫുട്ബോൾ എൻജോയ് ചെയ്യാൻ പിന്നെ മറന്നുപോയി എന്നുള്ളതാണ്. സോ കുറച്ച് നാളത്തേക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.